പൊന്നാനിയിൽ കൂടിയൊഴുകുന്ന ഭാരതപ്പുഴയിൽ കൂടി ഒരു ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് വയലി ടീം അംഗങ്ങൾ. നമ്മൾ ഇപ്പോൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ഭാരതപ്പുഴയിലൂടെയാണെന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സത്യം അതാണ്. ഭാരതപ്പുഴ പൊന്നാനിയിൽ ചെന്ന് ലക്ഷദ്വീപ് കടലിൽ പതിക്കുന്ന ഭാഗത്താണ് നാമിപ്പോഴുള്ളത്. ഭാരതപ്പുഴയിലൂടെയുള്ള ഒരു ബോട്ട് യാത്രക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാണുമ്പോൾ കായൽ പോലെ തോന്നുമെങ്കിലും സംശയിക്കേണ്ട, നമ്മൾ ഭാരതപ്പുഴയിലൂടെയുള്ള ബോട്ട് യാത്രയിൽ തന്നെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണു ഭാരതപ്പുഴ. നിള എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. അതേസമയം പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ വലുത് പെരിയാറാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴ 209 കിലോമീറ്റർ ദൂരം താണ്ടുന്നു. വെറുമൊരു നദി എന്നതിനേക്കാൾ ഭാരതപ്പുഴ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ്. പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ നിളാതീരങ്ങൾ ഏറെ പ്രശസ്തമാണ്. അമിതമായ മണൽവാരൽ ഈ നദിയെ പാടെ തകർത്തു, ജലഗതാഗതത്തിന് യോഗ്യമല്ലാതാക്കി. മലയാള സാഹിത്യത്തിലും ഒട്ടേറെ മലയാളികളുടെ ജീവിതത്തിലും നിളയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. പേരാർ, കോരയാർ, വരട്ടാർ, വാളയാർ എന്നീ ശുദ്ധദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നിള, ഗായത്രി, മംഗലനദി എന്നീ സംസ്കൃത നാമങ്ങളും ഈ നദിക്കുണ്ട്. ഭാരതപ്പുഴയുടെ പ്രധാന ശാഖ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ, തമിഴ്നാട് സംസ്ഥാനത്തിൽ നിന്നാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഈ പുഴ കേരളത്തിലെ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കൂടി ഒഴുകുന്നു. പല കൈവഴികളും നിളയിൽ ഇതിനിടയ്ക്ക് ചേരുന്നു. 40 കിലോമീറ്ററോളം ദൂരത്തിൽ പൊള്ളാച്ചി വരെ പുഴ വടക്കോട്ടാണ് ഒഴുകുന്നത്. പറളിയിൽ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയിൽ ചേരുന്നു.
അവിടെ നിന്ന് പൊന്നാനിയിൽ ചെന്ന് ലക്ഷദ്വീപ് കടലിൽ പതിക്കുന്നതുവരെ ഭാരതപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഭാരതപ്പുഴയുടെ കടലിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഭാഗമൊഴിച്ച് മറ്റു ഭാഗങ്ങൾ നദീജല ഗതാഗതത്തിന് അനുയോജ്യമല്ല. ഇതിനു കാരണം മണൽ വാരൽ തന്നെയാണ്. 6186 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള ഭാരതപ്പുഴയുടെ നദീതടം കേരളത്തിലെ എല്ലാ നദീതടങ്ങളിലും വെച്ച് വലുതാണ്. ഇതിന്റെ 2 ഭാഗത്തേക്കാൾ അല്പം കൂടുതൽ കേരളത്തിലും ബാക്കി തമിഴ്നാട്ടിലുമാണ്. വലിയ നദീതടമുണ്ടെങ്കിലും കേരളത്തിലെ മറ്റു നദികളെ അപേക്ഷിച്ച് ഭാരതപ്പുഴയ്ക്ക് ഒഴുക്കു കുറവാണ്. പുഴയുടെ ഒരു വലിയ ഭാഗവും അധികം മഴ ലഭിക്കാത്ത ഭൂപ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതാണ് ഇതിനു കാരണം. സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം പുഴയ്ക്കു കുറുകെ പല അണക്കെട്ടുകളും കെട്ടിയതും ഭാരതപ്പുഴയുടെ ഒഴുക്ക് കുറച്ചു. ഇന്ന് വേനൽക്കാലത്ത് പുഴയുടെ പല ഭാഗങ്ങളിലും ഒട്ടും തന്നെ ഒഴുക്കില്ല. അനധികൃതമായ മണൽവാരലും ഇതിന് കാരണമാണ്. കടുത്ത മാലിന്യപ്രശ്നം മറ്റൊരു കാരണമാണ്. നദിയിലെ ഒഴുക്ക് കൂട്ടാനും മാലിന്യം വരുന്നത് തടയാനും വിവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടിട്ടില്ല. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നിള. അതേസമയം പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഭാരതപ്പുഴ പല നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ജീവനാഡിയാണ്. പാലക്കാട്, പറളി, കിള്ളിക്കുറിശ്ശിമംഗലം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല, വരൺകുറ്റിക്കടവ്, തിരുവേഗപ്പുറ, കൂടല്ലൂർ, പള്ളിപ്പുറം, കുറ്റിപ്പുറം, കുമ്പിടി എന്നിവ ഭാരതപ്പുഴ ഒഴുകുന്ന പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടും. പള്ളിപ്പുറം പട്ടണം ഉൾക്കൊള്ളുന്ന പരുതൂർ ഗ്രാമം തൂതപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമസ്ഥാനത്താണ്. മായനൂരിൽ വച്ച് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയിൽ ലയിക്കുന്നു. എ.ഡി. 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എരിത്രിയൻ കടലിലെ പെരിപ്ലസ് എന്ന ഗ്രീക്ക് ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന തിൻഡിസ് എന്ന തുറമുഖ നഗരം പൊന്നാനിയാണെന്ന് പ്രമുഖ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പൊന്നാനിയുടെ ചരിത്രം മിത്തുകളുമായും പുരാണങ്ങളുമായും കൂടിക്കുഴഞ്ഞു കിടക്കുന്നു. പൊന്നാനി എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല മിത്തുകളും പ്രചാരത്തിലുണ്ട്. പുരാതന കാലത്ത് പൊന്നൻ എന്നു പേരായ ഒരു രാജാവ് ഈ നാട് ഭരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഈ പേര് വന്നതെന്നുമാണ് അതിലൊന്ന്. പൊൻവാണി എന്നു പേരുള്ള ഒരു നദി ഈ പ്രദേശത്തിലൂടെ ഒഴുകിയിരുന്നു എന്നും അങ്ങനെയാണ് പൊന്നാനി എന്ന പേര് സിദ്ധിച്ചതെന്നുമാണ് മറ്റൊരു മതം. അറബ് പേർഷ്യൻ നാടുകളുമായി നിലനിന്നിരുന്ന കച്ചവട ബന്ധത്തിന്റെ ഭാഗമായി ധാരാളം പൊൻനാണ്യ അങ്ങൾ ഇവിടെയെത്തിയിരുന്നു എന്നും പൊൻനാണ്യങ്ങളുടെ നാടാണ് പിന്നീട് പൊന്നാനിയായതെന്നുമാണ് വേറൊരു അഭിപ്രായം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഭരണകാലത്ത് പൊന്നുകൊണ്ടുള്ള ആനകളെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിരുന്നു എന്നും പൊന്നാനകളിൽ നിന്നാണ് പൊന്നാനി എന്ന പേര് വന്നതെന്നും മറ്റൊരു വാദവുമുണ്ട്. ഇതെല്ലാം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പാക്കനാർ പറഞ്ഞ പ്രകാരം പൊന്നിന്റെ ആനയെ നടത്തിയ ഇടം പൊന്നാനയും പിന്നീട് പൊന്നാനിയുമായി എന്നൊരു കഥയുമുണ്ട്. സാമൂതിരിയുടെ കാലത്തിനു മുമ്പുള്ള പൊന്നാനിയുടെ ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായ രേഖകളൊന്നും ലഭ്യമായിട്ടില്ല. സാമൂതിരിക്കു മുമ്പ് പൊന്നാനി തിരുമനശ്ശേരി രാജാക്കളുടെ കീഴിലായിരുന്നെന്ന് കരുതപ്പെടുന്നു. സാമൂതിരിയുടെ ഭരണകാലം പൊന്നാനിയുടെ സുവർണകാലമായി വിശേഷിപ്പിക്കപ്പെടുന്നു. സാമൂതിരിമാർ പൊന്നാനിയെ അവരുടെ 2ാം തലസ്ഥാനമായി പരിഗണിച്ചു. വാസ്കോ ഡി ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിയപ്പോൾ അന്നത്തെ സാമൂതിരി രാജാവ് പൊന്നാനിയിലായിരുന്നു. സാമൂതിരിയുടെ നാവിക പടത്തലവനും പോർച്ചുഗീസുകാരുടെ പേടിസ്വപ്നവുമായിരുന്ന കുഞ്ഞാലിമരക്കാരനും പൊന്നാനിയുമായി അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. കുഞ്ഞാലിമരക്കാരും കുടുംബവും പൊന്നാനിയിൽ കുറച്ചുകാലം താമസിച്ചിരുന്നു. 1507-ൽ പോർച്ചുഗീസ് നാവികനും പടയാളിയുമായ ഡി അൽമേഡ ഈ നഗരം ചുട്ടരിച്ചതിനെ തുടർന്നാണ് കുഞ്ഞാലിമരക്കാർ ഇവിടെ നിന്ന് താമസം മാറിയതെന്ന് കരുതപ്പെടുന്നു.
1766 ടിപ്പുവിന്റെ പടയോട്ടത്തോടുകൂടി സാമൂതിരി യുഗത്തിന് അന്ത്യമാവുകയും പൊന്നാനി മൈസൂർ രാജ്യത്തിന്റെ അധീനതയിലാവുകയും ചെയ്തു. ടിപ്പുവിന്റെ പതനത്തിനുശേഷം പൊന്നാനി ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലാവുകയും കുറച്ചുകാലം ബോംബെ പ്രവിശ്യക്ക് കീഴിൽ വരികയും ചെയ്തു. പിന്നീട് ഇവിടം മലബാറിൽ ഉൾപ്പെട്ട് 1.5 നൂറ്റാണ്ടോളം മദ്രാസ് പ്രവിശ്യക്ക് കീഴിൽ വന്നു. അന്നത്തെ മലബാർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ആല മുതൽ കാസർഗോഡുള്ള ചന്ദ്രഗിരിപ്പുഴ വരെ വിശാലമായിരുന്നു. 1861 വരെ കൂറ്റനാട് താലൂക്കിന്റെ ആസ്ഥാനമായിരുന്നു പൊന്നാനി. അക്കാലത്ത് പൊന്നാനിയിലെ മുൻസിഫ് കോടതി കൂറ്റനാട് കോടതി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ചാവക്കാട്, കൂറ്റനാട്, വെഡ്ഡത്തുനാട് താലൂക്കുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പൊന്നാനി താലൂക്ക് രൂപവത്കരിച്ചു. 1956 കേരള സംസ്ഥാന രൂപവത്കരണത്തിനുശേഷം പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായി. 1969 മലപ്പുറം ജില്ലാ രൂപവത്കരണത്തിനുശേഷമാണ് പൊന്നാനി മലപ്പുറം ജില്ലയുടെ ഭാഗമായത്. പുറംനാടുകളുമായി പൊന്നാനിക്ക് പുരാതന കാലം മുതലേ ഉണ്ടായിരുന്ന കച്ചവടബന്ധം ഒരു സാംസ്കാരിക വിനിമയത്തിനു കളമൊരുക്കി. പേർഷ്യൻ, അറേബ്യൻ കലാരൂപങ്ങളും ഉത്തരേന്ത്യൻ സംസ്കാരവും പൊന്നാനിയിലെത്തിയത് ആ വഴിയാണ്. ഭാഷയിലും ഇതിന്റെ അനുരണനങ്ങളുണ്ടായി. അറബ് മലയാളം എന്ന സങ്കര ഭാഷ രൂപപ്പെട്ടത് ഇങ്ങനെയാണ്. ധാരാളം കവിതകൾ ഈ സങ്കര ഭാഷയുപയോഗിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട്. സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി ഇവിടെയെത്തിയ ഹിന്ദുസ്ഥാനിയിലെ കവ്വാലിയും ഗസലും ഇപ്പോഴും ഉർവരമായി തന്നെ പൊന്നാനിയിൽ നിലനിൽക്കുന്നു. കെ അബൂബക്കർ, മായീൻ, ഖലീൽ ബായി, ഖലീലുറഹ്മാൻ എന്നിവർ പൊന്നാനിയിലെ പ്രമുഖ കവാലി ഗായകരാണ്. പൊന്നാനിയുടെ ഗസൽ ഗായകനിരയിൽ ഏറെ ശ്രദ്ധേയനായ ബക്കർ മാറഞ്ചേരിക്കൊപ്പം വെളിയങ്കോട്ടുകാരിയായ ശാരിക ഗിരീഷ്. പുതുപൊന്നാനി MI ട്രെയിനിംഗ് കോളേജ് അധ്യാപികയും കൊല്ലൻവടിയിൽ താമസക്കാരിയുമായ ഇശ്രത്ത് സബാഹ് എന്നിവരുടെ സാന്നിധ്യം ഇവിടത്തെ ഗസൽ പാരമ്പര്യത്തിന് ഏറെ തിളക്കമേകുന്നുണ്ട്. ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്ക് തുല്യ ജനസംഖ്യയുള്ള പൊന്നാനി മതമൈത്രിക്കും സഹിഷ്ണുതയ്ക്കും പേരുകേട്ട പ്രദേശമാണ്. പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി വാസ്തുശില്പ മാതൃക കൊണ്ടും മതപഠന കേന്ദ്രം എന്ന നിലയിലും ശ്രദ്ധേയമാണ്. ക്രിസ്തുവർഷം 1510 ജുമാ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരനായ വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃക്കാവിലെ ക്ഷേത്രവും കണ്ടകുറമ്പകാവ്, ഓം തൃക്കാവ് തുടങ്ങിയ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളും പ്രശസ്തമാണ്. തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രവും അവയിൽപ്പെടുന്നു. 100-ൽപ്പരം ക്രിസ്തീയ കുടുംബങ്ങളുണ്ട് ഇവിടെ. സെന്റ് അന്തോണീസ് ചർച്ച് 1931 സ്ഥാപിതമായി. മാർത്തോമ വിഭാഗത്തിനും ചർച്ചുണ്ട്. പ്രാചീന നാടൻ കലാരൂപങ്ങളായ കാളവേല, തെയ്യം, തിറ, മൗത്തളപ്പാട്ട്, കോൽക്കളി, ഒപ്പന, ദഫ്മുട്ട്, പുള്ളുവൻപാട്ട്, പാണൻപാട്ട് എന്നിവ പൊന്നാനിയിൽ ഇപ്പോഴും സജീവമാണ്. രണ്ട് അഴിമുഖങ്ങളാണ്. ഒന്ന് കടലും ഭാരതപ്പുഴയും കൂടി സംഗമിക്കുന്ന ഒരു അഴിമുഖം, പിന്നെ വരുന്നത് കനൂലി കനാലും ഭാരതപ്പുഴയും സംഗമിക്കുന്നത്. അങ്ങനെ 2 സെക്ഷനാണ് ഇതിന് തൊട്ടടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയല്ല തന്നെ ഓരോ പാർട്ടിലും ഓരോ ഏരിയയിലും ഓരോ ജോയിന്റുകളാണ്. അതായത് പൊന്നാനിന്ന് നമ്മുടെ പൊന്നാനി വരെ ഇത് സീമാർഗ, പിന്നെ എന്നിട്ട് പിന്നെ അവിടെ ഇപ്പത്ത് പോയി കഴിഞ്ഞാൽ അല്ല അങ്ങനെയുണ്ട്. ഇത് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാര്. ഇതൊരു പെട്ടെന്ന് നീ പോവില്ല. നമുക്കൊരു 10 സേഫ്റ്റി എന്തെങ്കിലും ആയി കഴിഞ്ഞാല് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടല്ലോ. ഇതിന് തന്നെ കുറെ ഇതുണ്ടായിരുന്നു. ISO മാർക്ക് ഉള്ളത് വേണം, അതിന്റെ കമ്പനി വേണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. കടയിൽ പോവില്ല. നമ്മളിതാ കാണുന്ന ഡൈമോളം അതല്ല ഇത്ര വീടുന്നുണ്ട്. നമ്മൾ കാണാൻ പറയാം അത്യാവശ്യം വീടുണ്ടാവും. അല്ലല്ല ആദ്യം മുതൽ അഴിമതി
ആ അത് എനിക്ക് പിടിക്കുണ്ടാവില്ല, അത്രക്കില്ല. ഏത് മാനത്തിട്ടാ ഇല്ലില്ല. എവിടെ അവിടെ ബോട്ടിംഗ് ഉണ്ട്, അതേപോലത്തെ ബോട്ട് യാർഡൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ബോട്ടുകളൊക്കെ മീൻ്റെ ഇങ്ങനത്തെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഏരിയകളൊക്കെ ഉണ്ട്, അവിടെ യാർഡുകളുണ്ട്. ശരിക്കും വൈകുന്നേരമാണ് ടൈമിങ്, നല്ല ടൈമിങ്. അതായത് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഒരു 5 മണി 6 മണി മാക്സിമം സൂര്യാസ്തമനം വരെ നമുക്ക് ഇവിടെ ബോട്ടിങ് ഓടിക്കാനുള്ള സമയം പരിധിയുള്ളൂ. 6 മണി 6 കഴിഞ്ഞാൽ ശേഷം ഓടിക്കാൻ പാടില്ല. രാവിലെ അല്ല, അത് നമ്മള് 7 മണിക്ക് തുടങ്ങും. പാക്കേജ് 7 മണിക്ക് 8 മണിക്ക്. ആ അതെ, യാർഡാണ് കാണുന്നത്. യാർഡ് ഒരു 2-3 യാർഡുകളുണ്ട്. അതൊരു യാർഡാണ്. ആ ഇതാണ് 4-5 ദിവസം കഴിഞ്ഞ് വരുന്ന ബോട്ടുകൾ. ഇതിൽ 5-6 പണിക്കാരുണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. മറ്റേ അവിടെ കിടക്കുന്ന ബോട്ടില്ലേ, അതാ അതൊക്കെ ഭയങ്കര 40 പേരുണ്ടാവും പണിക്കാർ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് പോയിട്ട് പുലർച്ചെ ഒരു 3 മണി 4 മണിക്ക് പോയിട്ട് അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുക. ഇവര് ഐസ് കൊണ്ടുപോകില്ല ബോട്ടിൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാല്. മീൻ പിടിക്കുക, അതേപോലെ നേരെ കടയിലേക്ക് നേരെ എത്തിക്കുക. ആ ചെറിയ ഒരു വണ്ടി കണ്ട് അതിനെ തൊട്ടെടുത്ത് അപ്പൊ മീൻ കിട്ടിയ പോലെ തന്നെ വരന്ന് എടുത്ത് കാണാൻ ആ ബോട്ടില് എന്ത് ചെയ്യും, ഫില്ല് ചെയ്തിട്ട് നേരെ കടയിലേക്ക് വരും. ഇവരവിടെ അടുത്ത കടയിട്ടോണ്ടിരിക്കും. ഇവര് കടയിലേക്ക് വരില്ല. ഇവരൊരു കടലിന്റെ ഒരു പരിധി ഏരിയയിൽ പോകും. ഇവർക്ക് കിട്ടുന്ന മീനുകൾ വ്യത്യസ്ത മീനുകളാണ്, ഫ്രഷ് മീനുകൾ കിട്ടും. മറ്റൊരു ബോട്ട് ഈ ബോട്ടൊക്കെ പോകുന്നില്ലേ, കേട്ടിട്ടില്ലേ, അതില് 4-5 പണിക്കാർ പോയി കഴിഞ്ഞാൽ അതിന്റെ രീതി വേറെ. പക്ഷെ അത് ഈ കടലിലേക്ക് പോകും. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അത് വലയിട്ടിട്ട് ഒരു പ്ലേറ്റ് ഒരു സാധനം ഉണ്ട്, അത് താഴത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ല താഴത്തേക്ക് ഇട്ടിട്ട് വലിക്കും ഇട്ടിട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോകും. അപ്പൊ ഏറ്റവും അടിയിൽ പോയിട്ട് മാക്സിമം മീനുകൾ കോരിട്ട് കൊണ്ടുവരും. എന്നിട്ട് നേരെ അതിന്റെ അകത്തൊക്കെ ഹാളുകളുണ്ട്, അതിലൊക്കെ ഇവിടെ പോകുമ്പോൾ തന്നെ ഐസ് ഫിൽ ചെയ്തിട്ട് പോവാം. എന്നിട്ട് മീന് കിട്ടിയ പോലെ തന്നെ ഇതിന്ന് വേർത്തിട്ട് ആ ഐസ് ബോക്സ് ആകില്ല, അതിൽ തന്നെ മക്കൾ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളത്. ഇപ്പോഴത്തെ ന്യൂസ് ഇല്ല, നമ്മുടെ കൊച്ചി ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ബോട്ടുകളുണ്ട്. അതായത് തമിഴ്നാട്ടിലൊക്കെ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. അത്ര മീനാണ് ഏറ്റവും ഫ്രഷ് കിട്ടുന്ന മീനുകൾ ഈ പറഞ്ഞല്ലായിരുന്നു ചെറിയ ബോട്ടുകൾ. അതിന് ഫ്രഷ് കിട്ടുന്നത് മറ്റേ ചെറിയ വഞ്ചിക്കാരുണ്ടല്ലോ, അത് അവര് പോയി കഴിഞ്ഞാല് ഒരു വലയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന മീനുകൾ ഉണ്ടാവും. അത് അവരെ 2 ആൾക്കാർ പോകും, അവരെന്നെ മീനിടും. എന്നിട്ട് അപ്പൊ തന്നെ പിടിച്ചിട്ട് വരുമ്പോ തന്നെ അങ്ങനെ ഇത് ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. നമ്മൾ വിചാരിക്കുമ്പോ വല ഇട്ട് കഴിഞ്ഞാൽ വല എടുക്കല് ഇല്ല, വല ഇട്ട് കഴിഞ്ഞാല് ഇന്ന് മീൻ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ശരിക്കും നമ്മൾ താഴത്ത് പോയി കഴിഞ്ഞാൽ കാണാം, ആവറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം മീൻ. അതിനൊന്ന് വേറെടുത്തെടുക്കാൻ വരെ സമയം ഉണ്ടാവും. വലന്റെ വില എടുക്കാൻ അത് ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. പിന്നെ വല അറേഞ്ച് ചെയ്യണം. ഭാര്യയില്ല. പിന്നെ ഈ മീൻ തന്നെ 40 പേര് പോകുന്നില്ലേ, അതിന് പ്രത്യേകത അവരിങ്ങനെ ഈ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വല ഇട്ടിട്ട് അതിന്റെ ബാക്കിൽ കാണാം. അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ഈ മെഷീൻ ഉണ്ടാവും, അത് ഇട്ടിട്ട് ഇറക്കാം. എന്നിട്ട് അതിട്ടിട്ട് ഇങ്ങനെ വലിച്ചു വരും. അപ്പൊ ഈ വലനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ കുടുക്കുന്നിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ വരും. ആ വലിച്ചു വരുന്നതിൽ എല്ലാ മീനുകളും കയറും. ഇപ്പൊ അവർക്ക് GPS ഒക്കെ ഉണ്ട്, അതിന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മീൻ കൂട്ടം പോണത് കാണാം. അപ്പൊ ആ ഏരിയയിൽ മാത്രമേ വല ഇടുള്ളൂ. ഓ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു സെക്ഷൻ. ഏത് മീനാന്ന് പറയാൻ പറ്റൂല, അവര് ഒരു ഇൻഫ്രാറെഡ് പോലത്തെ ഒരു ഗ്രീൻ ടിക്ക് അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും. പിന്നെ അവർക്ക് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്, ഏത് റൂട്ടിലേക്ക് പോകണം, പോയി കഴിഞ്ഞാലാണ് മീൻ കൂടുതൽ കിട്ടുക എന്നുള്ള കണക്കൊക്കെ ഉണ്ട്. ഇപ്പൊ GPS ആയില്ലേ, അതിൽ അങ്ങനത്തെ കുറെ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്.
ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പഴയ പൊന്നാനി താലൂക്കിൽപ്പെടുന്ന തിരൂരിലാണ്. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനുമിടയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഭാഷാകവിയാണ് എഴുത്തച്ഛൻ. ആധുനിക കവിത്രയങ്ങളിലൊരാളും കേരളകലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമായ വള്ളത്തോൾ നാരായണമേനോന്റെ കാവ്യജീവിതവും പൊന്നാനിയിലായിരുന്നു. പ്രശസ്തമായ വള്ളത്തോൾ കളരി ആ കാലത്തെ ഒരു കവികൂട്ടായ്മയായിരുന്നു. പിന്നീടുണ്ടായ പൊന്നാനിക്കളരി വള്ളത്തോൾ കളരിയുടെ തുടർച്ചയോ പരിണാമമോ ആയാണ് വിലയിരുത്തുന്നത്. സാഹിത്യത്തിലെ പൊന്നാനിക്കളരി വളരെ പ്രസിദ്ധമാണ്. കുട്ടിക്കൃഷ്ണമാരാര്, എം. ടി. വാസുദേവൻ നായർ, എം. ഗോവിന്ദൻ, നാലപ്പാട് നാരായണമേനോൻ, ബാലാമണിയമ്മ, മാധവികുട്ടി, വി. ടി. ഭട്ടതിരിപ്പാട്, എം. ആർ. ബി, പ്രമുഖ നോവലിസ്റ്റ് ഉറൂബ്, അക്കിത്തം, കടവനാട് കുട്ടിക്കൃഷ്ണൻ, സി. രാധാകൃഷ്ണൻ, കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, പി. എം. പള്ളിപ്പാട് തുടങ്ങിയവർ ഈ പൊന്നാനിക്കളരിയിൽ ഉൾപ്പെടുന്നു. പുതിയ തലമുറയിലെ എഴുത്തുകാരായ കെ. പി. രാമനുണ്ണി, പി. സുരേന്ദ്രൻ, കോടമ്പിയെ റഹ്മാൻ, പി. പി. രാമചന്ദ്രൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സി. അഷറഫ്, കെ. ടി. സതീശൻ, മോഹനകൃഷ്ണൻ കാലടി, വി. വി. രാമകൃഷ്ണൻ, ഇബ്രാഹിം പൊന്നാനി, ഷാജി ഹനീഫ്, താഹിർ ഇസ്മായിൽ ചങ്ങരംകുളം, കെ. വി. നദീർ, സൗദ പൊന്നാനി, സിനിമ ഗാനരചയിതാവ് അക്ബർ കുഞ്ഞുമോൻ തുടങ്ങിയവരിലൂടെ സാഹിത്യത്തിലെ ഈ സമ്പന്നത പൊന്നാനിയിൽ നിലനിൽക്കുന്നു. മുതൽ 1522 വരെയുള്ള കാലത്ത് ജീവിച്ച സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ സ്ഥാപിച്ച വലിയ പള്ളിയും ദർസും 1571 സാമുതിരിയോടൊന്നിച്ചു രണ്ടാം മക്തൂം അല്ലാമ അബ്ദുൽ അസീസ് പോർട്ടുഗീസുകാരുടെ ചാലിയം കോട്ട തകർക്കാൻ നേതൃത്വം നൽകിയതും കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രകാരനായി പരിഗണിക്കപ്പെടുന്ന ഷൈഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ കൃതികളും പൊന്നാനിക്ക് ലോകമെങ്ങും കീർത്തി നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തൂഫത്തുൽ മുജാഹിദീൻ, പോരാളികളുടെ വിജയം എന്ന പുസ്തകം കേരളത്തിന്റെ ആദ്യത്തെ ചരിത്ര പുസ്തകമായി പരിഗണിക്കപ്പെടുന്നു. വിനോദസഞ്ചാരികളുടെ മറ്റൊരു ആകർഷണമാണ് BM കായൽ. എല്ലാ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ വള്ളംകളി മത്സരം നടന്നുവരുന്നു. 2 ഡസനോളം നാടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. വനിതാ തുഴക്കാരുള്ള വള്ളങ്ങളും ഇവയിൽ ഉൾപ്പെടും. കായൽ തീരത്തുള്ള വിശ്രമ കേന്ദ്രം വിനോദസഞ്ചാരികൾക്ക് സുഖകരമായ താമസമൊരുക്കുന്നു. കൂടുതൽ വലിയ വിനോദസഞ്ചാര സമുച്ചയത്തിന്റെ നിർമ്മാണ പദ്ധതി ഇവിടെ പുരോഗതിയിലാണ്. ഇപ്പോൾ ഇവിടെ പാർക്ക് ആരംഭിച്ചിട്ടുണ്ട്. മലബാറിന്റെ തീരമേഖലയ്ക്ക് പുതിയ ഗതാഗത മാർഗം തുറക്കുകയും മലപ്പുറം ജില്ലയിലെ കാർഷിക, ടൂറിസം, ശുദ്ധജലം വിതരണ മേഖലകളിൽ വൻ നേട്ടം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് പൊന്നാനിയിലെ പുതിയ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. പാലത്തിന് 978 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയുമുണ്ട്. റെഗുലേറ്ററിന് 70 ഷട്ടറുകളാണുള്ളത്.
സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലാണ് പാലം നിലനിൽക്കുന്നത്. 1982-ൽ തറക്കല്ലിട്ട ചമ്രവട്ടം റെഗുലേറ്റർ പാലം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയിലെ വിനോദസഞ്ചാര, ജലസേചന, ഗതാഗത രംഗങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.